ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വേക്കൻസി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നിൻ്റെയല്ല, ഗവൺമെന്റ് ജോബാണിത്. എൽ ഐ സി ഓഫ് ഇന്ത്യയുടെ വേക്കൻസി ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഇത് വളരെ സന്തോഷം നൽകുമെന്നറിയാൻ. കാര്യം വളരെ നല്ല വേക്കൻസികളാണ്, വളരെയേറെ വേക്കൻസി ഉണ്ട്, അതും വളരെ നല്ല ശമ്പളമുണ്ട്. നിങ്ങൾ ഓരോ പോസ്റ്റിലും പോയി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഏതൊക്കെ വേക്കൻസി ആണെന്ന്. LIC അഡ്വൈസർ ഉണ്ട്. ഇവിടെ ഞാൻ ഇച്ചിരി വലുതായിട്ട് കാണിക്കാം. LIC അഡ്വൈസറിന്റെ വേക്കൻസി ഉണ്ട്. അതുകൂടാതെ LIC ഏജന്റ് ഉണ്ട്. നിങ്ങൾക്ക് ഓരോ സ്ഥലത്തും ലൊക്കേഷൻ പറയുന്നുണ്ട്. ആ ലൊക്കേഷനിലുള്ള ഈ വേക്കൻസി അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള വേക്കൻസി ഉണ്ട്. അത് ഞാൻ കാണിക്കാം. ഇൻഷുറൻസ് അഡ്വൈസർ ഉണ്ട്, LIC അഡ്വൈസർ ഉണ്ട്. ഈ LIC അഡ്വൈസർ എറണാകുളത്തുള്ള വേക്കൻസിയാണ്. LIC അഡ്വൈസറിന്റെ അത് എത്ര ഉണ്ട്, എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്ര വേക്കൻസി ഉണ്ട്, അത് വിവരിച്ച് ഞാൻ മുന്നിലുള്ള വീഡിയോയിൽ പറയുന്നതായിരിക്കും. അത് കണക്ക് തന്നെ ഇത് നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസികൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പല രീതിയിൽ അപ്ലൈ ചെയ്യാം. ചില പോസ്റ്റിന് അവിടുത്തെ എച്ച് ആറിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, മൊബൈൽ നമ്പറുണ്ട്, അതുകൂടാതെ ഇമെയിൽ ID ഉണ്ട്. നിങ്ങൾക്ക് ഇമെയിൽ IDയിൽ നിങ്ങളുടെ CV അയച്ചിട്ട് നിങ്ങൾക്ക് HR വേണേൽ സംസാരിച്ചിട്ട് നിങ്ങൾക്ക് അത് ഫൈനലി ചെയ്യാൻ പറ്റും. അത് കണക്ക് തന്നെ വേറെ രീതിയിൽ ഇതിന്റെ ഓൺലൈനിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം. എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യുന്നത്, ഓൺലൈനിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യം. അതല്ല ഏതൊക്കെ പോസ്റ്റാണ്, എറണാകുളത്തുള്ള പോസ്റ്റ് ഏതാണ്, അത് കാണിക്കാം. ഇത് പിന്നെ പ്രത്യേകിച്ച് ഇതിന് ഫീസ് ഒന്നുമില്ല. നിങ്ങൾ ഈ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ആർക്കും ഒരു ഫീസും കൊടുക്കേണ്ട കാര്യമില്ല. ആരെങ്കിലും നിങ്ങളോട് ഈ ഒരു കാര്യം, ഞാൻ ഈ കമ്പനിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്, നിങ്ങൾ പൈസ തന്നാൽ ഞാൻ ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പൈസ കൊടുക്കല്. അങ്ങനെയുള്ള ട്രാപ്പിൽ വീഴൽ, അങ്ങനെ ഇത് ജോബിന് വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള ഒരുപാട് ട്രാപ്പിംഗ് നടക്കുന്നുണ്ട്. നിങ്ങൾ ആ ട്രാപ്പിൽ വീഴാതെ നോക്കുക. നിങ്ങൾ വളരെ ഫ്രീ ആണിത്. അത് കണക്ക് തന്നെ വളരെ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് 18 തൊട്ട് 40 വയസ്സ് വരെയുള്ളവർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാവുന്നതാണ്. അതും ഒരു കാര്യം. അതുകൂടാതെ 10th പാസ്സായവർ, 12th പാസ്സായവർ, ഗ്രാജുവേറ്റ്, എല്ലാവർക്കും ഉള്ള ജോബ് ഇവിടെ ഉണ്ട്. നിങ്ങൾ ഓരോ ജോബിലും ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ആ കാര്യങ്ങൾ, അതിന് ഏത് വേക്കൻസിയാണ്, അല്ലെങ്കിൽ അത് എത്ര വേക്കൻസി ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ എന്താണ്, അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, നിങ്ങളുടെ ഏജ് എത്രയായിരിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും അവിടെ പറയുന്നുണ്ട്. ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് LICയിൽ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ, LICയിൽ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യം. അതും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. അതും ഒരു വലിയ കാര്യമാണ്. ഓൾ ഇന്ത്യ ജോബാണിത്. ഓൾ ഇന്ത്യയിൽ മെയിലിനും ഫീമെയിലിനും ഇതിനകത്ത് അപേക്ഷിക്കാം. നല്ല സാലറിയാണ്. അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ നോക്കി, ഏത് കാര്യം എടുത്ത് നോക്കിയാലും മറ്റുള്ള വേക്കൻസികളെ അപേക്ഷിച്ച് ഇത് വളരെ നല്ല വേക്കൻസിയാണ്. അതുകൂടാതെ നിങ്ങൾക്ക് ഇത് എക്സാമോ ഒന്നുമില്ല, ഡയറക്റ്റ് നിങ്ങളുടെ അപ്പോയിൻമെന്റ് ആണ്. ഒരു ഇന്റർവ്യൂ മാത്രം കാണും. ആ ഇന്റർവ്യൂവിനോട് കൂടി നിങ്ങൾ അപ്പോയിൻമെന്റ് ആവും. ഡയറക്റ്റ് സെലക്ഷൻ ചെയ്ത് നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിക്കുകയായിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ ഇത് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾ ഓൺലൈനിൽ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന്റെ വെബ്സൈറ്റ്, ഇത് കമ്പനി LICയുടെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. അതിൻ്റെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ, വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ അപേക്ഷിക്കാനുള്ള ലിങ്ക് തന്നിരിക്കും. അതേ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈനിലൂടെ അപേക്ഷിക്കാം. അല്ലാതെ ചില പോസ്റ്റ്, എല്ലാ പോസ്റ്റിലും ഞാൻ കണ്ടില്ല, ചില പോസ്റ്റുകളിൽ നിങ്ങൾക്ക് ഇമെയിലായിട്ട് ആ ഇമെയിലിലൂടെ ഇത് അയച്ചിട്ട് അവിടുത്തെ HR നിങ്ങൾക്ക് സംസാരിക്കാം. അവരുടെ നമ്പർ തന്നിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് ഇതിനകത്ത് അപേക്ഷിക്കുക എന്നുള്ളതാ. അവർ തന്നെ പറയുന്നുണ്ട് ഇത് പെട്ടെന്ന് ക്ലോസ് ചെയ്യുമെന്ന്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ അപേക്ഷിക്കുക. ഇത് രണ്ടും കൂടാതെ നിങ്ങൾക്ക്, അതായത് ഈ ഒരു LICയുടെ ഈ വേക്കൻസി വരുന്നത്, അപ്പോൾ LICയുടെ ഈ വേക്കൻസി എല്ലാം വരുന്നത് നാഷണൽ കാരിയർ NCS, നാഷണൽ കാരിയർ സർവീസിലാണ്. നിങ്ങൾ ഇവിടെ ഇത് ശ്രദ്ധിക്കണം, ഇത് കാണുന്നുണ്ടായിരിക്കും, നാഷണൽ കാരിയർ സർവീസ് എന്നുള്ള ഇത് കാണണം. അപ്പം ഈ ഒരു ഗവൺമെന്റ് സൈറ്റിലാണ് LICയുടെ ഈ വേക്കൻസികൾ വരുന്നത്. അതുകൊണ്ട് നമുക്ക് 100% ഇതിനകത്ത് വിശ്വസിക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ അപ്ലൈ ചെയ്യണം. അപ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്,
അല്ലെങ്കിൽ ഏതൊക്കെ പോസ്റ്റാണ്, അല്ലെങ്കിൽ അതിൽ ഏതിലൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇമെയിൽ ഐ ഡിയിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ പോയി അപ്ലൈ ചെയ്യാൻ അത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് തിരിച്ച് വീണ്ടും നമുക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരാം, എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത്. ഞാൻ നാഷണൽ കാരിയർ സർവീസിന്റെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അവരുടെ ആ വെബ്സൈറ്റിൽ വന്നിരിക്കുക. അപ്പം ഫസ്റ്റ് ഇതിനകത്ത് കാണുന്നത് LIC അഡ്വൈസറിന്റെ വേക്കൻസിയാണ്. അപ്പൊ എങ്ങനെയാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളെ ഇച്ചിരി വലുതായിട്ട് കാണിക്കുകയാണ്. ഇവിടെ പറയുന്നുണ്ട് LIC അഡ്വൈസറിന്റെ ആണിത്. കമ്പനി LIC പുൽവാമയിലാണ് ഇത് ഉള്ളത്. ജോബ് ലൊക്കേഷൻ ഇവിടെ ജമ്മു ആൻഡ് കാശ്മീർ പറയുന്നുണ്ട്. നിങ്ങൾ മലയാളികളായ നിങ്ങൾക്ക് ഹിന്ദി അറിയാമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് പോയി ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ അപ്ലൈ ചെയ്യണം. ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ എറണാകുളത്തിന്റെ വേക്കൻസി ഉണ്ട്, അതിൽ അപ്ലൈ ചെയ്യണം. ഇവിടെ ജോബ് ഡിസ്ക്രിപ്ഷൻ പറയുന്നുണ്ട്, ജോയിൻ LIC ഓഫ് ഇന്ത്യ ആസ് ആൻ ഏജന്റ്, ഇൻഷുറൻസ് അഡ്വൈസർ, LIC പ്രൊവൈഡ് ട്രെയിനിങ്. നിങ്ങൾക്ക് LIC ട്രെയിനിങ് തന്നിരിക്കും. ഹെൽപ്പ് ടു ബിക്കം ആൻ അതോറിഫൈഡ് ഇൻഷുറൻസ് ഏജന്റ്. നിങ്ങൾക്കൊരു ഇൻഷുറൻസ് ഏജന്റ് ആകാനുള്ള അല്ലെങ്കിൽ അഡ്വൈസർ ആകാനുള്ള ആ ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് തരും, LIC നിങ്ങൾക്ക് തരും. give you a opportunity to learn and train you become an independent LIC ഇൻഷുറൻസ് ഏജന്റ്. അപ്പം ഈ ഒരു വേക്കൻസിക്ക് അവർ പറയുന്നത്, ഇതൊരു പർട്ടിക്കുലർ വേക്കൻസി നമ്മൾ നോക്കുകയാണെങ്കിൽ പറയുന്നത് അവർ നമുക്ക് വേണ്ടുന്ന ട്രെയിനിങ് തരും, ബാക്കിയുള്ള കാര്യങ്ങൾ അവർ ചെയ്യും. അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുക അതിനുള്ള. അപ്പൊ ഇത് ഈ ഒരു LIC അഡ്വൈസറിന്റെ നമ്മൾ സപ്പോസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ അപ്ലൈ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എല്ലാ ഡീറ്റെയിലും കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിന് പറയുന്നത് 12th പാസ്, അതായത് ഇത് 12th പാസ് ആയിരിക്കണം ഈ ഒരു ജോബിന് വേണ്ടിയിട്ട്. നമ്മൾ ഈ ഒരു ജോബ് നമ്മൾ നോക്കുന്നില്ല, താഴോട്ട് വരിക. ഇനി അടുത്ത ജോബ് ഉണ്ട്, LIC ഏജന്റ് ആൻഡ് ഭീമാശക്തി. ഇവിടെ നമുക്ക് നോക്കാം ഭീമാശക്തിയുടെ എന്താണ് ഇവിടെ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നതെന്ന്. ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നത് ഇവിടെ 10th പാസ്സാണ്. അതാണ് ഞാൻ പറഞ്ഞത്, 10th പാസിന്റെ ഉണ്ട്, 12th പാസിന്റെ ഉണ്ട്, ഗ്രാജുവേറ്റിന്റെ. നിങ്ങൾക്ക് 10th പാസും 12th പാസും നിങ്ങൾ ഗ്രാജുവേറ്റ് ആണ്, 10th പാസിന്റെ അല്ലെങ്കിൽ 12th പാസിന്റെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. പക്ഷെ ഒരാൾക്ക് ഒരു വേക്കൻസിയിലെ ഒരു പോസ്റ്റിനെ അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഇത് മഹോബയിലുള്ള വേക്കൻസിയാണ്. ഏതൊക്കെ വേക്കൻസിയാണ്? ഓർഗനൈസേഷൻ പ്രൊപ്പറേറ്റർഷിപ്പ് ആണ്, ഫങ്ഷണൽ ഏരിയ, ഫൈനാൻസ്, ഇൻഷുറൻസ് ആൻഡ് അക്കൗണ്ടിങ് സർവീസ് ആണ്. ഇനി ജോബ് ഡിസ്ക്രിപ്ഷൻ, പ്രൊവൈഡ് ഗൈഡൻസ് ഓൺ ഇൻഷുറൻസ് പോളിസീസ്, വർക്ക് ഫോർ ദ ബിസിനസ് ഓർ ഓർഗനൈസേഷൻ, സെയിൽ ഓഫ് ഇൻഷുറൻസ് പോളിസീസ്. ഇത് നിങ്ങൾ നല്ല കണക്ക് വായിക്കുക. ഇവിടെ മിനിമം ക്വാളിഫിക്കേഷൻ റിക്വയർഡ്. അപ്പം ഇത് 12th അപേക്ഷിക്കുക. ഇതിനകത്ത് 10th മിനിമം ക്വാളിഫിക്കേഷന്, 12th അപേക്ഷിക്കുക. അത് കണക്ക് തന്നെ ഗ്രാജുവേറ്റിനും അപേക്ഷിക്കാം. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രത്യേക കാര്യം പറയാൻ ഞാൻ മറന്നുപോയി, അതായത് എക്സ്പീരിയൻസ്. പ്രഷറിനും ഇതിനകത്ത് അപേക്ഷിക്കാം, എക്സ്പീരിയൻസ് അധികം ചോദിക്കുന്നില്ല. അപ്പം ഇത് നമ്മൾ പഠിച്ചിട്ട് ഇവിടെ ഒന്നെങ്കിൽ ഈ അപ്ലൈയിൽ വീണ്ടും ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് നിങ്ങൾ ഇത് നേരത്തെ ഇതിനകത്ത് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ യൂസർ നെയിം പാസ്വേഡ് കൊടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ന്യൂ യൂസർ സൈൻ അപ്പ് ക്ലിക്ക് ചെയ്ത് പുതിയ സൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് ഇതിന്റെ ഒരു അപ്ലൈ ചെയ്യുന്ന രീതി. ഇനി നമുക്ക് വീണ്ടും വേറെ നമ്മുടെ എറണാകുളത്തെ ഒരു വേക്കൻസി ഞാൻ കണ്ടായിരുന്നു, അതിലേക്ക് വരാം. LIC ഏജന്റ് ആൻഡ് ഭീമാശക്തിയുടെ വേക്കൻസി ഉണ്ട്. ഇൻഷുറൻസ് അഡ്വൈസറുടെ വേക്കൻസിയുടെ ഈ ഇൻഷുറൻസ് അഡ്വൈസറുടെ ആൾ ഓവർ ഇന്ത്യ. ഇത് നമ്മുടെ ജോബ് ലൊക്കേഷൻ പ്രതാപ്ഗഡ് ഉത്തർപ്രദേശിലെയാണ്. ഇനി നമുക്ക് എറണാകുളത്തിന്റെ, ഇതാണ് ഞാൻ പറഞ്ഞ LIC അഡ്വൈസർ. ഈ LIC അഡ്വൈസറുടെ എറണാകുളത്തുള്ള വേക്കൻസിയാണിത്. ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇത് LIC അഡ്വൈസർ എറണാകുളത്താണ് ഇതിന്റെ വേക്കൻസി വരുന്നത്. ഇവിടെ LIC അഡ്വൈസർ കമ്പനി LIC ഓഫ് ഇന്ത്യ, ജോബ് ലൊക്കേഷൻ എറണാകുളം, കേരള. സാലറി നോട്ട് സ്പെസിഫൈഡ്, ഇതിന്റെ സാലറി സ്പെസിഫൈഡ് ചെയ്തിട്ടില്ല. സ്കിൽ റിക്വയർഡ് അഡ്വൈസർ, LIC പെർഫോമൻസ്, LIC അഡ്വൈസർ പ്രൊവിഷൻ, LIC അഡ്വൈസർ പ്രൊവിഷൻ ആണ്. ജോബ് ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. LIC ഓഫ് ഇന്ത്യ വെൽക്കം യങ് മൈൻഡ് ടു ഡെവലപ്പ് ആൻഡ് എക്സലിംഗ് കരിയർ ഇൻ ദ ഇൻഷുറൻസ് ആൻഡ് ഫൈനാൻഷ്യൽ സെക്ടർ. കരിയർ ആസ് LIC അഡ്വൈസർ ഈസ് കൺസിഡേർഡ് ടുഡേ ആസ് ദ ഹൈസ്റ്റ് ട്രെയിനിങ് പ്രൊവിഷൻ ഇൻ ദ വേൾഡ്.
അതായത് നല്ല സാലറി കിട്ടുന്ന ഒരു ജോബിന് വേണ്ടിയിട്ട് നിങ്ങളെ വെൽക്കം ചെയ്യുകയാണെന്നാണ് അവർ പറയുന്നത്. ടോപ്പ് പെർഫോമൻസ് ഇൻ LIC ആൻഡ് ഏണിംഗ് നിയർലി 3 to 4 crore per year. ഹു ക്യാൻ ബി ആൻ അഡ്വൈസ് പോപ്പിൾ. നിങ്ങൾ ഇത് വായിച്ചു നോക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിനകത്ത് ഇവിടെ പറയുന്നുണ്ട് കമ്പനി LIC ഓഫ് ഇന്ത്യ, ജോബ് ലൊക്കേഷൻ എറണാകുളം, കേരള പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾ അപ്ലൈ ക്ലിക്ക് ചെയ്ത ബാക്കി കാര്യങ്ങൾ ഇവിടെ പറയും. ഇവിടെ കമ്പനി LIC ഓഫ് ഇന്ത്യ, ഓർഗനൈസേഷൻ പ്രൊപ്പറേറ്റർഷിപ്പ്, ഫംഗ്ഷൻ ഏരിയ, മാർക്കറ്റിംഗ്, സെയിൽ, ഫംഗ്ഷൻ റോഡ്, സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ ജോബാണിത്. ഇതിന് മിനിമം ഗ്രാജുവേറ്റ് വേണം. എറണാകുളത്ത് അപേക്ഷിക്കുന്നവർക്ക് ഗ്രാജുവേറ്റ് വേണം. ഇനിയുമുണ്ട് വേറെയും വേക്കൻസി ഒക്കെ. അപ്പൊ ഇതിലും സെയിം കണ്ടീഷനാണ്. നിങ്ങൾ അപ്ലൈ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ചെന്നിട്ട് വീണ്ടും അത് നമ്മൾ അപ്ലൈ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ലോഗിൻ ചെയ്യാനുള്ള ഇത് വരും. അതിൽ ഈ ഒരു സെയിം പ്രൊസീജിയറാണ് എല്ലാ കാര്യങ്ങൾക്കും. അപ്പൊ ഇനി നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് സെർച്ച് ചെയ്യുക. ഭീമാശക്തി ഉണ്ട്. ഇത് ആൾ ഇന്ത്യയുടെ ജോബാണ്. ഭീമാശക്തി ആൾ ഇന്ത്യയുടെ ജോബാണ്. അപ്പൊ ആൾ ഇന്ത്യയുടെ ജോബ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കേരളത്തിലും വരാൻ സാധ്യതയുണ്ട്. ആൾ ഇന്ത്യ ജോബാണ്. പ്രൊമോഷൻ അവയർനെസ് LIC സ്പെസിഫൈഡ് ഭീമാശക്തി യോജനയുടെ കാര്യങ്ങളെ പറ്റി സംസാരിക്കാൻ അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിവ് കൊടുക്കുവാനുള്ളവരായിരിക്കും നിങ്ങൾ. ജോബ് ഡിസ്ക്രിപ്ഷൻ: ദ ഭീമാശക്തി യോജന ഇൻവൈറ്റ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ LIC ഡിസൈനഡ് ടു എംപവർ വുമൺ ഏജ്ഡ്. ഇത് ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഇത് വുമണിന് വേണ്ടിയിട്ട് മാത്രമുള്ള, പെണ്ണുങ്ങൾക്ക് അല്ലെങ്കിൽ മഹിളകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഭീമാശക്തി യോജന ഇൻവൈറ്റ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ LIC ഡിസൈനഡ് ടു എംപവർ women aged 18 to 70 years who are classes 6 pass. They will receive specified training and അതായത് ഇത് വുമണ് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഇത് നമുക്ക് വിട്ടുകളയാം. ഇത് വുമണ് മാത്രമേ ഇതിന് അപേക്ഷിക്കാൻ. 10th ക്ലാസ് പാസ്സായ ലേഡീസിന് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. അതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പം ഇനി നമുക്ക് വേറെ ഏതെങ്കിലും വേക്കൻസി ഉണ്ടോന്ന്. ഇങ്ങനെയാണ് ഇത് കണക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ഈ ഒരു ലിങ്ക് ഞാൻ താഴെ തരുന്നുണ്ട്, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷന് താഴെ തരുന്നുണ്ട്. അതിലൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം ഡയറക്റ്റ് നിങ്ങൾക്ക് പോകാം. ഇല്ലെങ്കിൽ ഇത് NCS എന്ന് അടിച്ചിട്ട് അവിടെ നിങ്ങൾക്ക് വെബ്സൈറ്റ് കിട്ടും, അവിടെ നിന്ന് പോകാം. അപ്പം ഒരുപാട് ഇൻഷുറൻസ് അഡ്വൈസറുടെ ഉണ്ട്, LIC അഡ്വൈസറുടെ ഉണ്ട്, LIC അഡ്വൈസറുടെ ഉണ്ട്, പല ഭീമാശക്തിയുടെ ഉണ്ട്. ഇനി LIC അഡ്വൈസർ ഓർ ഏജന്റിന്റെ ഉണ്ട്. ഇനി LIC ഫൈനാൻഷ്യൽ അഡ്വൈസറുടെ ഉണ്ട്. പിന്നെ LIC ഫൈനാൻഷ്യൽ അഡ്വൈസറുടെ പല സ്ഥലങ്ങളിലുള്ള കാര്യങ്ങളായി കൊടുത്തിരിക്കുന്നത്. ഏജന്റിന്റെ വെറൊരു ഏജന്റിന്റെ ഉണ്ട്. ഏജന്റിന്റെ ആയിട്ട് അത് ആൾ ഇന്ത്യയുടെ വേക്കൻസിയാണ്. ഇനി ഒന്നാമത്തെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കണം, രണ്ടാമത്തെ പേജ് വരണം. പ്രത്യേകിച്ച് ഇതിലുള്ള കാര്യം, നിങ്ങൾക്ക് 10th ക്ലാസ്സുകാർക്കും 12th ക്ലാസ്സുകാർ പാസ്സായവർക്കും അവർ ഗ്രാജുവേറ്റ് പാസ്സായവർക്കും ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. നിങ്ങൾ എല്ലാവരും ഇതിൽ അപ്ലൈ ചെയ്യുക. ഇവിടെ രണ്ടാമത്തെ പേജ് വന്നിരിക്കുന്നത് LIC റെഫറൻസ് ലെറ്റർ. അതുകൊണ്ട് ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. മാക്സ് ലൈഫ് ഇൻഷുറൻസ്. ഇനി മാക്സ് ലൈഫ് ഇൻഷുറൻസ്, ജോബ് ഡിസ്ക്രിപ്ഷൻ, സെയിൽ ഏജന്റ്. അപ്പം ഇത്രയും വേക്കൻസികൾ ഇതിലുണ്ട്. ഇനി നമുക്ക് ഒരു പ്രാവശ്യം ഇതെങ്ങനെ അപേക്ഷിക്കുന്നെന്ന് നോക്കാം. ഞാൻ സപ്പോസ് ഞാൻ ഇതിന് അപ്ലൈ ചെയ്യുകയാണ്. അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, റെസ്പോൺസിബിലിറ്റി എന്തെല്ലാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ വീണ്ടും ഞാൻ ഇവിടെ അപ്ലൈ ക്ലിക്ക് ചെയ്ത് ഇവിടെ യൂസർ നെയിം പാസ്വേഡ് ഞാൻ നേരത്തെ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ഇവിടെ ന്യൂ യൂസർ ക്ലിക്ക് ചെയ്ത് ന്യൂ യൂസർ സൈനപ്പ് ഞാൻ ക്ലിക്ക് ചെയ്ത് ജോബ് സീക്കർ സെലക്ഷൻ എന്ന് മൊബൈൽ നമ്പർ കൊടുത്ത് മൊബൈൽ നമ്പർ ഞാൻ കൊടുക്കുക. ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. അപ്പൊ ഇത് കണക്ക് നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി. ഇതാണ് ഇതിന്റെ ഒരു പ്രൊസീജിയർ. ഇവിടെ നിങ്ങൾ ഈ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ട് ചെക്ക് ചെയ്യണം.
പിന്നെ നിങ്ങൾ കണ്ടിന്യൂ ഇവിടെ കൂടെ. അപ്പം ഈ ഒരു തരത്തിൽ മുന്നോട്ട് പോയാൽ മതി. അതെല്ലാം കാണിക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഒരുപാട് നീളും, നിങ്ങൾക്കും മുഷിയും എനിക്കും മുഷിച്ചിലാവും. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങളോട് എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്, ഇത് കണക്കുള്ള നല്ല നല്ല വേക്കൻസികളുമായിട്ട് LIC ഓഫ് ഇന്ത്യയിൽ നിങ്ങൾക്കൊരു വേക്കൻസി അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വളരെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നിങ്ങൾക്ക്, വളരെ നല്ലൊരു ലക്കായിരിക്കും നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. ആ കൂട്ടത്തിൽ നിങ്ങളോട് എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്, ദയവായിട്ട് നിങ്ങൾ ആദ്യമായി എൻ്റെ ചാനലിൽ നിങ്ങൾ വരുന്ന എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടുകൂടി നിങ്ങൾക്ക് പുതിയ പുതിയ ഇത് കണക്കുള്ള വേക്കൻസികൾ, നല്ല വേക്കൻസികൾ, ഗവൺമെന്റ് വേക്കൻസികൾ, പ്രൈവറ്റ് വേക്കൻസികൾ, അത് കണക്ക് തന്നെ ഇത് ആർമി വേക്കൻസികൾ, ഇങ്ങനെയുള്ള വേക്കൻസികളൊക്കെ നിങ്ങൾക്ക് ആ ഒരു സമയം വീഡിയോ ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഒരു ദിവസം ഞാൻ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇടുന്നുണ്ട്. ചില കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഇട്ടില്ലെന്ന് വരാം. പക്ഷേ നല്ല നല്ല വേക്കൻസികൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അത് കണക്ക് തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.